തിരുവനന്തപുരം മാറനല്ലൂരിൽ വൻ കവർച്ച. വീട്ടിൽ നിന്ന് 40 പവന്റെ സ്വർണ്ണാഭരണങ്ങൾ കവർന്നു. പുന്നാവൂർ സ്വദേശി ബാബുവിന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. വീട്ടുകാർ പള്ളിയിൽ പോയ സമയത്താണ് കിടപ്പ് മുറിയിലെ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന വളകൾ, നെക്ലസ്, മാല ഉൾപ്പെടെ കവർന്നത്. മാറനല്ലൂർ പോലീസ് സംഭവത്തിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി അരുൺ മോഹൻ ചേരുന്നു. അരുൺ, 40 പവന്റെ സ്വർണ്ണാഭരണം ഇപ്പോഴത്തെ ഒരു വില വെച്ച് നോക്കിയാൽ ഏകദേശം 40 ലക്ഷത്തിന് അടുത്ത് വരുന്ന സ്വർണമാണ് കവർന്നത്. എപ്പോഴാണ് സംഭവം ഉണ്ടായത്? പോലീസിന്റെ അന്വേഷണം എങ്ങനെയാണ്? എന്തെങ്കിലും സൂചനയുണ്ടോ പ്രതികളെക്കുറിച്ച്? തീർച്ചയായും ടോം, ഈ നേരത്തെ സൂചിപ്പിച്ചത് ഏകദേശം 1/2 കോടിയോളം രൂപയുടെ കവർച്ച തന്നെയാണ് ഈ പറയുന്ന മാറനല്ലൂർ വീട്ടിൽ നടന്നത്. പോലീസ് സമഗ്രമായ ഒരു അന്വേഷണം നടക്കുന്നു എന്നത് മാത്രമേ നമുക്കിപ്പോൾ പങ്കുവയ്ക്കാൻ കഴിയൂ. കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു ഈ മാറനല്ലൂർ സ്വദേശിയായ ബാബുവിന്റെ വീട്ടിൽ ഈ ഒരു മോഷണം നടക്കുന്നത്. ബാബുവിന്റെ മകന്റെ സാബുവിന്റെ മരുമകന്റെ സാബുവിന്റെ മരുമകളുടെ സ്വർണമാണ് നഷ്ടമായത്. ഈ സാബു വിദേശത്താണ്. ഇവർ കഴിഞ്ഞ ദിവസം പള്ളിയിൽ സമീപത്തുള്ള പള്ളിയിൽ പോയപ്പോഴായിരുന്നു ഈ പറയുന്ന ഒരു മോഷണം നടന്നതായി മനസ്സിലാക്കുന്നത്. കാരണം ഇവർ പള്ളിയിൽ പോയി തിരിച്ചു വരുന്ന സമയത്ത് പിൻവാതിലുകൾ ഉൾപ്പെടെ തുറന്ന ഒരു അവസ്ഥയിൽ കിടക്കുകയായിരുന്നു. കൂടുതൽ നടത്തിയ പരിശോധനയിലായിരുന്നു കിടപ്പുമുറിയിലെ അലമാര കുത്തി തുറന്ന് അവിടെ ഉണ്ടായിരുന്ന ഈ സ്വർണ്ണാഭരണം കവർന്നതായി ശ്രദ്ധയപ്പെടുന്നത്. തുടർന്ന് മാറനല്ലൂർ പോലീസിൽ വിവരമറിയുകയായിരുന്നു. പോലീസും ഡോഗ് സ്ക്വാഡ് ഉൾപ്പെടെയുള്ളവരെത്തി പരിശോധന നടത്തിയെങ്കിലും പ്രതിയിലേക്ക് ഒന്നും എത്താൻ കഴിഞ്ഞില്ല. ഇപ്പോൾ CCTV കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണമാണ് മാറനല്ലൂർ പോലീസ് നടത്തുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വരും ദിവസങ്ങളിൽ തന്നെ പ്രതിയെ പിടികൂടാൻ കഴിയുമെന്നുള്ളൊരു ഉറപ്പിൽ പോലീസ് പറയുന്നുണ്ടെങ്കിലും വളരെ ജാഗ്രതയിലാണ് പോലീസ് ഇപ്പോൾ. തീർച്ചയായും അരുൺ സൂചിപ്പിച്ചതുപോലെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. ഈ വീട്ടിൽ CCTV ഉണ്ടായിരുന്നോ അതോ സമീപത്തുള്ള CCTVയിൽ നിന്നാണോ CCTV ആണോ പോലീസ് നിരീക്ഷിക്കുന്നത്? CCTVയിൽ പ്രതികളുടെ, മോഷ്ടാക്കളുടെ ദൃശ്യം പതിഞ്ഞിട്ടുണ്ടോ അരുൺ? ഈ പറയുന്ന വീടിന് പരിസരത്തുമൊക്കെ CCTV ഉണ്ടെങ്കിലും ഇപ്പോൾ പോലീസിനെ കാര്യമായി വെടിലാക്കുന്നത് ഈ കള്ളന്മാർ കടന്നതായി കരുതുന്നത് വീടിന്റെ പിൻ പ്രദേശത്തൂടെയാണ്. ഈ പ്രദേശം വിജനമായ സ്ഥലമാണ്. തൊഴുത്തും മറ്റു കാര്യങ്ങളൊക്കെ ഉള്ള വിജനമായ പ്രദേശമാണ്. ഇതുവഴി വന്നതായിരിക്കാം. പക്ഷെ പോലീസ് ഒരു കാര്യത്തിൽ എത്തി നിൽക്കുന്നു. ഈ പരിസരവുമായും അല്ലെങ്കിൽ ഇവിടെ സ്വർണ്ണമുണ്ട് എന്നുള്ളത് ഉൾപ്പെടെയുള്ള വിവരം വ്യക്തമായി അറിയാവുന്ന ആരോ ആണ് ഇതിന് പിന്നിലെന്നുള്ളത് എന്നത് പോലീസിന് വ്യക്തമാണ്. അതും കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ പോലീസ് നടത്തുന്നത്. അതിന് തീർച്ചയായും ഫോൺ കോളുകൾ ഉൾപ്പെടെയുള്ളവ പരിശോധനയ്ക്ക് വിധേയമാക്കും എന്നുള്ളതാണ് ഇപ്പോൾ മറ്റൊരു പോലീസ് നമ്മളോട് പറയുന്ന ഒരു വിവരം. കാരണം ഇവർ പള്ളിയിൽ പോകുന്ന സമയത്ത് പള്ളിയിൽ ഈ പറയുന്ന ബാബുവിന്റെ മരുമകളും ഭാര്യ ഉഷയും ചെറുമകളും ഉൾപ്പെടെ പള്ളിയിൽ പോയി തിരിച്ചു വരുമ്പോഴാണ് ഈ മോഷണം നടക്കുന്നത്. അപ്പോൾ ഇവർ പള്ളിയിൽ പോകാൻ കാത്തിരുന്ന അല്ലെങ്കിൽ ഇവർ പള്ളിയിൽ പോകുമെന്ന വ്യക്തതയുള്ള ആരോ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ എന്നും പോലീസ് ഗൗരവമായി തന്നെ അന്വേഷിക്കുന്നുണ്ട്. യെസ്, വ്യക്തമാണ്. അരുൺ മോഹനാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും വീടുമായി അടുപ്പമുള്ളവർ, വീട്ടുകാരുമായി വലിയ ബന്ധമുള്ളവരാകാം സംഭവത്തിന്, ഈ മോഷണത്തിന് പിന്നിലെന്ന നിഗമനത്തിലാണ് പോലീസ്. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് മോഷ്ടാക്കൾക്ക് വേണ്ടി അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു.